ശ്രീ റോണി കെ ബേബി, താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഇവിടെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള സമീപനം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ടെറർ അറ്റാക്ക് ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ സുരക്ഷാ വീഴ്ച എന്ന വലിയ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ഇത് സർക്കാരിന്റെ ഫെയിലിയർ ആണ് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെ അഭിപ്രായപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ രാജിയാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഉന്നയിക്കുന്നത്. രാജ്യം ഭീകരർ ലക്ഷ്യമിട്ട് ആ ആക്രമണം പേറി നമ്മുടെ 13 സാധാരണക്കാരായ മനുഷ്യർ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ അവസരത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരം ഉപയോഗപ്പെടുത്തലുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാടുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മള് ഇന്നത്തെ ഈ ചർച്ചയിൽ തന്നെ വളരെ വ്യക്തമാണ്. ബി.ജെ.പിയുടെ ബഹുമാനപ്പെട്ട വക്താവ് ശ്യാംരാജ് അദ്ദേഹം ഈ തീവ്രവാദത്തെ വിമർശിക്കാനോ തീവ്രവാദി ആക്രമണങ്ങളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിനെതിരെയാണ്. പ്രതിപക്ഷം ഇതിനെ അപലപിച്ചില്ല, പ്രതിപക്ഷം ഇതിനെ ശക്തമായി നേരിട്ടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, അത് കഴിഞ്ഞ പഹൽഗാം ഭീകരവാദി ആക്രമണം ആയിക്കോട്ടെ, അല്ലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡൽഹിയിൽ നടന്നിരിക്കുന്ന ആക്രമണം ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇവരുടെ തോക്കുകൾ തിരിച്ചു വെക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ്. നമ്മളിപ്പോൾ ഈ ഡൽഹിയിലെ സംഭവം തന്നെ കണ്ടു. സ്വാഭാവികമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത്, ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും പ്രതീക്ഷിച്ചത്, ഡൽഹിയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായതിനു ശേഷം പൊട്ടിത്തെറി അല്ലെങ്കിൽ ബോംബ് ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസമായിരുന്നു ബീഹാറിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ ഇതൊരു തീവ്രവാദി ആക്രമണമാണെന്നും അല്ലെ ഇതിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും അല്ലെ പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനകളാണെന്നും അല്ലെങ്കിൽ മതം തീവ്രവാദത്തിന് വളം വെക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുമെന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് ദിവസം, അത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ദിവസമായിട്ട് പോലും ഇവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും, ആകപ്പാടെ വന്നത് ഒരു സംഭവം, ഇറ്റ്സ് ആൻ ഇൻസിഡന്റ് എന്നുള്ള ഒരു നരേഷൻ മാത്രമാണ്. അതിനുശേഷം 48 മണിക്കൂർ കഴിഞ്ഞു. 48 മണിക്കൂറിന് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് ആദ്യമായി ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഒരു 8 മണിക്ക് ശേഷം കേന്ദ്ര മന്ത്രിസഭ കൂടി. ഏകദേശം 48, 50, 54 മണിക്കൂർ കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോലും 54 മണിക്കൂറിന് ശേഷമാണ് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ് എന്ന ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. എന്നൊരു കാര്യം വളരെ കൃത്യമായി ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ശ്യാംരാജ് ഉൾപ്പെടെയുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ 54 മണിക്കൂറിന് ഇടയിൽ എവിടെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷമാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലല്ല ശ്രീ റോണി കെ ബേബി, അതിനു മുൻപ് തന്നെ ഖർഗെ ഉൾപ്പെടെയുള്ളവർ ഇത് സർക്കാരിന്റെ ഫെയിലിയർ ആണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. സിദ്ധാരാമയ്യ, കെ.സി. വേണുഗോപാൽ തുടങ്ങിയവർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസ്താവന കോൺഗ്രസ് അധ്യക്ഷൻ ഖർഗെ പറയുന്നത് ഔദ്യോഗികമല്ല എന്നുണ്ടോ? പക്ഷെ ഇന്നലെ ഒന്നും ബഹുമാനപ്പെട്ട AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രസ്താവന എന്റെ ശ്രദ്ധയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു മാധ്യമങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട രേണു പറയുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞു അതിനകത്തൊരു സുരക്ഷാ വീഴ്ച. കാരണം അതിനകത്തൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ പറഞ്ഞല്ലോ, 50 മണിക്കൂർ കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന് പോലും ഇത് എങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് പെട്ടെന്നൊരു ദിവസം ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഫോടനമല്ല. ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 27-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 27-ാം തീയതിയാണ് അവിടെ ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നടത്തിയത് ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഡോക്ടർ റാത്തർ എന്നയാളെ ഐഡന്റിഫൈ ചെയ്യുന്നു. അദ്ദേഹമാണ് പോസ്റ്ററുകൾ പതിച്ചത്. ആ അന്വേഷണമാണ് പിന്നീട് ഫരീദാബാദിലേക്ക് എത്തുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫരീദാബാദിൽ പോലും വന്ന അന്വേഷണം നടത്തുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളല്ല, ജമ്മു ആൻഡ് കാശ്മീരിലെ പോലീസാണ് ഫരീദാബാദിൽ ഉൾപ്പെടെ വന്ന് അന്വേഷണം നടത്തുന്നത്. ആ ഫരീദാബാദിൽ നിന്നുള്ള ആളുകളെ പിടികൂടിയതിനു ശേഷം അവിടെ 4ഓളം ആളുകളെ പിടികൂടുകയുണ്ടായി. അതിനുശേഷം എത്ര മണിക്കൂറാണ് ഈ സ്ഫോടനത്തിന് ഇപ്പോൾ നമ്മൾ പറയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആ വാഹനം ഡൽഹിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് ഇത്രയും കിലോ സ്ഫോടക വസ്തുക്കളുമായി ആ വാഹനം 3 മണിക്കൂർ, നമ്മൾ കാര്യം മനസ്സിലാക്കണം, ചെങ്കോട്ടയില്
ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ചെങ്കോട്ടയിൽ ഒക്കെ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ചെങ്കോട്ടയിൽ എത്ര സുരക്ഷാ പരിശോധനയാണുള്ളത്, അങ്ങോട്ട് കടന്നു പോകുന്നതിൽ പോലും എത്ര തരത്തിലുള്ള സുരക്ഷാ പരിശോധന കടന്നിട്ടാണ് നമുക്ക് ഡൽഹിയിലേക്ക് പ്രവേശിക്കേണ്ടത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ ഈ വാഹനം നിർബന്ധം ഒരു തരത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷനും ഇല്ലാതെ ഇവരുടെ റഡാറുകളിലൊന്നും, റഡാർ എന്ന് പറഞ്ഞാൽ വേറെ റഡാറല്ല, ഇവരുടെ നിരീക്ഷണ വലയത്തിലൊന്നും പെടാതെ അവിടെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇന്ന് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത്. ആഫ്റ്റർ ദ സെൻട്രൽ ഗവൺമെന്റ് ഇന്നലെ പറഞ്ഞതിന് ശേഷം ഇറ്റ് ഈസ് ആ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് ഇന്നലെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് വന്നതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ തന്നെ ഖാർഗെ ഇത് ഗവൺമെന്റിന്റെ ഫെയിലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, സിദ്ധാരാമയ്യ ഉൾപ്പെടെയുള്ളവർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബീഹാർ ഇലക്ഷനുമായി കൂട്ടിക്കെട്ടി സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ നിരവധിയാണ്. കെ സി വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇന്നലെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ വേണ്ടി കാത്തിരുന്നു എന്ന താങ്കളുടെ പരാമർശം ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തതാണ്. അതിനു മുൻപ് തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ വൈകി എന്നതാണല്ലോ. നോക്കൂ, ഇതൊരു സൂയിസൈഡൽ അറ്റാക്ക് ആണ് എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലവിലുണ്ടായിരുന്നു. കാരണം അതിന്റെ മോഡസ് ഓപ്പറാൻഡി ആ രീതിയിലായിരുന്നില്ല. പിന്നീടാണ് ഈ സ്ഫോടന വസ്തുക്കളുമായി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തരത്തിൽ പോകുന്ന ഉമർ നബി, അയാൾ ഒന്നുകിൽ അബദ്ധത്തിൽ ഇത് പൊട്ടിത്തെറിച്ചതാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം വലിയ സാങ്കേതികത്വങ്ങൾ ഇല്ലാതെ ഇത് ഒരു സ്ഫോടനത്തിലേക്ക് എത്തിച്ചതാകാം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രം എന്ന നിലയിൽ അതിൽ എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായ പരിശോധനകൾക്കും നിഗമനങ്ങൾക്കും ശേഷം പറയേണ്ടതാണല്ലോ. ഉത്തരവാദിത്തമില്ലാത്ത ഒരു രാഷ്ട്രത്തെ പോലെ നടക്കുന്ന ഒരു സംഭവത്തെ ഭീകരാക്രമണം എന്ന് വിളിച്ചു പോവാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ലേ കൂടുതൽ സമയമെടുത്ത് അക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ, നിഗമനങ്ങൾ ഇവയെ അടിസ്ഥാനമാക്കി ഒരു പ്രസ്താവന നടത്തുന്നത്? രേണുവിന്റെ ഇപ്പോൾ പറഞ്ഞ വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, സെൻട്രൽ ഗവൺമെന്റ് ഈ വിഷയത്തിലൊക്കെ, കേന്ദ്ര ഗവൺമെന്റ് BJP ഒക്കെ ഈ വിഷയത്തിൽ മുൻകാലങ്ങളിലുമൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടുകളാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ട്രാക്ക് റെക്കോർഡുകളും പരിശോധിച്ച് അതിന്റെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് സംഭവത്തിന്റെ സ്വഭാവം കേന്ദ്ര ഗവൺമെന്റ് BJPയും അവകാശപ്പെടുന്നത് എന്നാണ് രേണുവിന്റെ ഈ പറയുന്ന പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത്. പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. മുൻകാലങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരെ നമ്മുടെ മുമ്പിലുണ്ട് പഹൽഗാമിൽ സംഭവിച്ചത്. ആ പഹൽഗാം സംഭവം ഉടനെ എന്ത് ചെയ്തു, ഇത് പിന്നെ കോൺഗ്രസ് ഇതിനെ പരമായി അതിനെ ഉപയോഗിക്കുന്നു, ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദികളെ വെള്ളപൂശാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു. കോൺഗ്രസ് പാകിസ്ഥാന്റെ പക്ഷത്താണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും BJPയുടെയും മുഴുവൻ വക്താക്കളുടെയും പ്രചരണം മുഴുവൻ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. ഇവര് മുഴുവൻ ചെയ്തത് അന്നത്തെ രാഹുൽ ഗാന്ധി ചോദിച്ചത് വളരെ ആ ഇൻസിഡന്റ് ഒക്കെ നടന്ന് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ കഴിഞ്ഞിട്ടാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂരിനിടയിലല്ല, ഓപ്പറേഷൻ സിന്ദൂരിൽ രാജ്യം ശക്തമായി തിരിച്ചടിക്കുന്ന വേളയിലില്ല. അതിനുശേഷം കോൺഗ്രസ് ചോദിച്ചു, ഇത്ര യുദ്ധോപകരണങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള അവകാശമില്ലേ? അല്ലെങ്കിൽ ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് 54 തവണയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്റെ മധ്യസ്ഥത. ഇവിടെ ഈ കോൺഗ്രസിനെ വിമർശിക്കാൻ അന്ന് പറഞ്ഞ 2 കാരണങ്ങളാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി ചോദിച്ചു എത്ര യുദ്ധവിമാനങ്ങൾ വീണു, അതാണ് ഞങ്ങൾ കാണിച്ച തെറ്റ്. 2, ഡൊണാൾഡ് ട്രംപ് 54 തവണ പറഞ്ഞു അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്ന് ഈ പറയുന്ന യുദ്ധവിരാമം അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കുറ്റകരമായ മൗനം പാലിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ട്രംപിനെ വിമർശിക്കുവാനല്ല, ഇവർക്ക് ട്രംപിനെതിരെ ഒരു വാക്ക് പോലും പറയാനില്ല. ഇവര് പറയുന്നത് മുഴുവൻ എന്താ എത്ര ഞാൻ തന്നെ ഈ ന്യൂസ് 18 ചാനൽ ഉൾപ്പെടെ എത്രയോ വന്ന് പിന്നെ ഞങ്ങളുടെ വാദം മുന്നോട്ട് വെക്കേണ്ടി വന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഒറ്റ കാര്യങ്ങളെ, ഈ ഓരോ തീവ്രവാദി ആക്രമണം കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ്? ന്യൂ നോർമൽ. ഇവര് വെക്കുന്ന തിയറിയാണ് ന്യൂ നോർമൽ ഡോക്ട്രിൻ. ഇപ്പോഴെല്ലാം നോർമൽ ആയിരിക്കുന്നു, രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം ഭദ്രമായിരിക്കുന്നു, രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം ശക്തമായിരിക്കുന്നു, ഒരു തീവ്രവാദി ആക്രമണം പോലും ഈ രാജ്യത്തുണ്ടാകുന്നില്ല. പക്ഷെ 2015 തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമാണ്. ആദ്യം ഗുരുദാസ്പൂരിൽ 2015, 2016 പുത്താൻകോട്ട്, 16 പാന്തട, 16 ഉറി, 16 തന്നെ നഗ്നോട്ട, 17 തന്നെ അഹമ്മദാബാദ്, 19 പുൽവാമ, 23 രജൌരി, 24 റസി, 25 പഹൽഗാം. അത് കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തീവ്രവാദത്തെ നേരിടാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം
ഇത് രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദിയാക്രമണമാണ്. ഒരു നിരപരാധിന് പോലും ചോര ഇതിനകത്ത് വീഴാൻ പാടില്ല. സഭ മാത്രം ചോദിക്കട്ടെ, ഇവിടെ ബോംബെ തീവ്രവാദിയാക്രമണം ഉണ്ടായപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവ് എൽ കെ അദ്വാനിയോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചൊരു വിമാനത്തിൽ പോകാം. ഡൽഹിയിൽ നിന്ന് ഒന്നിച്ചൊരു വിമാനത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ബോംബെയിൽ ചെന്നുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഒന്നിച്ചെന്ന് പത്രസമ്മേളനം നടത്താം. ഈ രാജ്യം ഒറ്റക്കെട്ടാണ്, ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടാണെന്നുള്ള സന്ദേശം നൽകാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിനു മുൻപേ യാത്ര ചെയ്ത് അവിടെ എത്തി എൽ കെ അദ്വാനി പറഞ്ഞു, ഇത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്, പ്രധാനമന്ത്രി രാജിവെക്കണം, ആഭ്യന്തരമന്ത്രി രാജിവെക്കണം. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സന്ദേശം അന്ന് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് നൽകിയതുപോലത്തെ ഒരു സന്ദേശം ഇവിടെ എന്തുകൊണ്ട് ഈ BJP-യുടെ ഭാഗത്തു നിന്നോ അല്ലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല? ഇത്രയും ഈ 60 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയോ കോൺഗ്രസിന്റെ ഔദ്യോഗിക സംവിധാനത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളൊന്ന് വിശദീകരിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് എങ്കിലും നടത്തി രാജ്യം ഒറ്റക്കെട്ടാണ് ഒരു സന്ദേശം നൽകാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. പകരം എല്ലാം കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കിട്ടിയിട്ട് അങ്ങനെ ഈ രാജ്യം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഡിവൈഡഡ് ഹൗസായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമുക്കെതിരെയുള്ള ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ നമ്മുടെ ശത്രു രാജ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. തീർച്ചയായും ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ എല്ലാവരും ഒരുമിച്ച് അണിനിരക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. ശ്രീ ശ്യാംരാജ്, താങ്കൾ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ 2 ആരോപണങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന സ്ഥിരീകരണത്തിന് 50 മണിക്കൂറിലധികം സമയമെടുത്തു. അതുകൊണ്ടുണ്ടായിട്ടുള്ള